ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ കുറച്ച് പരിപ്പ് കറി വെക്കാൻ പോയതാണ്. ചെറുവേറ്റം പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അപ്പൊ അതങ്ങോട്ട് റെഡിയാക്കാൻ പോയപ്പോഴേക്ക് എന്നാ പിന്നെ ചെറുവേറ്റം പരിപ്പല്ലേ, കുറച്ച് പായസം കൂടിയും കുടിച്ചാലോ എന്നൊരു ആഗ്രഹം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചെറുവേറ്റം പരിപ്പ് കൂടുതൽ അങ്ങോട്ട് കഴുകി ആ കുക്കറിലേക്ക് വേവിക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടു. ശരിക്കും പായസമൊക്കെ വെക്കുമ്പോ ചെറുവേറ്റം പരിപ്പ് നല്ലവണ്ണം അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുത്തിട്ടാണ് പായസം വെക്കാറ്. ഞാനിത് പരിപ്പ് കറിക്ക് ആയതുകൊണ്ട് അങ്ങനെ വറുത്തൊന്നുമില്ല, അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പായസം തിന്നണം എന്നുള്ളൊരു കൊതി വന്നത്. ഇപ്പൊ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് ആവശ്യത്തിന് അങ്ങോട്ട് വെള്ളവും കൂടി ഒഴിച്ച് ആ പരിപ്പ് നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്തേ. ഈ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു ഉണ്ട ശർക്കര ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് ഉരുക്കാനായിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പൊ പരിപ്പ് അങ്ങോട്ട് റെഡി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടാക്കി അങ്ങോട്ട് ഭാഗിച്ചു. കുറച്ച് പരിപ്പ്, പകുതി പരിപ്പ് അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്തു. ഈ പായസത്തിലേക്ക് ഇടാനുള്ള പരിപ്പ് നല്ലവണ്ണം ഒന്ന് ഉടച്ചങ്ങോട്ട് എടുക്കണേ, കാരണം കുറച്ച് കട്ടിയായിരിക്കും. അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം അത് ഉടച്ചങ്ങോട്ട് ആദ്യം എടുത്തു. ഇനി അതെ, ഉരുക്കി വെച്ച ശർക്കര പാനിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കട്ടിയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഇനി ആ തീ അങ്ങോട്ട് ഓൺ ചെയ്ത് ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് കുറുക്കി അങ്ങോട്ട് എടുക്കാം. ഇതങ്ങോട്ട് കുറുകി അങ്ങോട്ട് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ആ പരിപ്പ് കറിയുടെ പണി അങ്ങോട്ട് നോക്കാം. ഇപ്പൊ ബാക്കിയുള്ള പരിപ്പ് കുക്കറിൽ തന്നെയാണ് ഉള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണേ. അപ്പൊ 2 പച്ചമുളക് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം അതും അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. അതും അങ്ങോട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് അങ്ങോട്ട് വെക്കണം, കാരണം വെന്ത് വന്ന സാധനമാണ്. ഈ പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് വന്ന് തിളച്ചങ്ങോട്ടൊന്ന് റെഡിയായിട്ട് അങ്ങോട്ട് വരാനായിട്ട് അത് വെക്കാം. പായസം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് കുറുകി അങ്ങോട്ട് വന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ പൊടി കലക്കിയിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പായസം അങ്ങോട്ട് കുറുകി വന്നപ്പോഴേക്കും കുറച്ച് 1 കപ്പ് തേങ്ങാപ്പാലാണ് കലക്കിയത്, അതങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് അത് തിളച്ചങ്ങോട്ട് വന്നുമ്പ് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പായസം ഇവിടെ റെഡിയാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അടച്ചു വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊന്നുമല്ല ചേർക്കണം, തേങ്ങാക്കൊത്താണ്. ചെറുതായിക്ക് നുറുക്കിയ തേങ്ങാക്കൊത്ത് കുറച്ച് നെയ്യിൽ നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ച് ആ പായസത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പരിപ്പ് പായസം ഇവിടെ റെഡിയായി. പായസത്തിന് കുറച്ച് കളർ കുറവാണ്, കാരണം ഇത് വെള്ള ശർക്കരയായിരുന്നേ. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് അങ്ങോട്ട് തിളച്ച് എല്ലാം അങ്ങോട്ട് റെഡിയായി. പിന്നെ അതൊന്ന് താളിച്ചു കഴിഞ്ഞാൽ പരിപ്പ് കറി ഇവിടെ റെഡിയാവും. അപ്പൊ അത് താളിക്കാൻ വേണ്ടി കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അങ്ങോട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളകും കൂടിയും ചേർത്ത് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതുകൊണ്ട് ചൂടായി അങ്ങോട്ട് വന്നപ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടു. അത് പൊട്ടി വരുമ്പോഴേക്കും ആ കട്ട് ചെയ്ത് ഉള്ളിയും സവാള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളി അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ച് ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഇവിടെ റെഡിയാവും. ഇപ്പൊ കൂട്ടുകാരെ, വളരെ എളുപ്പത്തില് 2 വിഭവങ്ങൾ ഇവിടെ റെഡിയായി. ഇപ്പൊ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ നിങ്ങളെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.